40 ദിവസം ഡയറ്റ് പിടിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ച് ഭയങ്കര വലുതായിക്കോളും. മെറ്റാബോളിസം നന്നാവും, നമ്മുടെ മസിൽ സ്ട്രെങ്ത് ചെയ്യും, ജോയിൻസിന് സ്ട്രെങ്ത് കൂടും, സ്കിൻ നന്നാവും, ഹെയർ ലോസ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ ഫങ്ഷൻസ് ബെറ്റർ ആവും. ബ്രീത്തിങ് ഒരുപാട് പേരെ കൂർക്കമ്പല്ലി മാറിപ്പോയിട്ടിട്ട് ഞാൻ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് വളരെ ചുരുക്കം പേര് മാത്രം വന്നിട്ട് പറയുള്ളൂ എനിക്ക് ആരോഗ്യം വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 99.9% എനിക്ക് വണ്ണം കുറയണം എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് ഞാൻ എന്ത് ഭക്ഷണം കട്ട് ചെയ്യാനെന്ന് ചെയ്യണം. പക്ഷേ എത്ര ദിവസം എന്നറിയോ? 3-4 ദിവസം. എത്ര നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെളുപ്പിന് പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവർക്കുള്ള പ്രോട്ടീനായിട്ടുള്ള ചെറിയൊരു കാർബോഹൈഡ്രേറ്റുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തിരിച്ചുകൊണ്ട് ലൊക്കേഷൻ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് ലൊക്കേഷനിൽ സമയം വാങ്ങിക്കുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, അടുത്ത പ്രോജക്റ്റിന് അവർക്കത് ആവശ്യമാണെന്നുള്ളത് ട്രെയിനറായി എനിക്ക് നല്ല ബോധ്യമാണ്. ഇപ്പോഴത്തുള്ള MDMA അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പിള്ളേർ പോകില്ല. ബോഡി ഒന്ന് ഷേപ്പായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മസിൽ നോക്കിക്കൊണ്ടിരിക്കും. ആൺപിള്ളേർ പ്രത്യേകിച്ച് കൈ പിടിച്ച് നോക്കും, ചെസ്റ്റ് ഇങ്ങനെ തടകി നോക്കും, ഷോൾഡറൊക്കെ തടകി നോക്കും. ഇത് ഭയങ്കരമായിട്ട് സെൽഫ് മോട്ടിവേഷനാണത്. ഇവൻ എവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം ഓടിപ്പോണ ജിമ്മിലേക്ക് ആയിക്കോളൂ. ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതല്ലേ ഉന്നതമായിട്ടുള്ള ആരോഗ്യം കൂടിയും കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരു 7 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ കുട്ടികളും ജിമ്മിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാ ദിവസവും അല്ല, 1-2 ദിവസം ആ ഏജിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊച്ച് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിക്കോളൂ. നിങ്ങൾ ബാങ്കിൽ കുറേ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതല്ല സേവിങ്. നിങ്ങൾക്ക് എത്ര ആരോഗ്യമുണ്ട് എന്ന് പറയുന്നതാണ് സേവിങ്. 1 വർഷം നിങ്ങൾ ജിമ്മിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും 45 മിനിറ്റ് നിങ്ങൾ ജിമ്മിൽ സമയം കണ്ടെത്തിയിരിക്കും. ഇപ്പോഴും ചില ആളുകൾക്കെങ്കിലും ഒരുപാട് ഡൗട്ടുള്ളൊരു ഏരിയയാണ് ഈ ഫിറ്റ്നസിനെ കുറിച്ച്. എവിടെ പോകണം, എന്ത് പോകണം, എങ്ങനെ കഴിക്കണം, എത്ര നേരം വർക്കൗട്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ആക്ച്വലി എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത ഒരാളാണ് ഇപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. എൻ്റെ ജിം ട്രെയിനർ കൂടി ആയിട്ടുള്ള മിസ്റ്റർ ഷൈജൻ അഗസ്റ്റിൻ ഫ്രം കാറ്റമൗണ്ട് ജിം. ഷൈജൻ ചേട്ടാ, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. അപ്പോൾ എൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത ആളെ തന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരാൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അതായത് 24 മണിക്കൂർ സമയത്തിൽ ഒരാൾ ഫിറ്റ്നസ്സിന് വേണ്ടി എത്ര സമയം മാറ്റിവെക്കണം? 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നമ്മൾ ഒരാൾ എങ്ങനെയൊക്കെ നല്ലൊരു 45 മിനിറ്റ് ഏറ്റവും കുറവ്, 45 മിനിറ്റ് ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത്. 1.5 മണിക്കൂർ വരെ മാറ്റി വെക്കാം. അത് നമ്മുടെ ഗോൾ അനുസരിച്ചാണ്. രണ്ടാമത് ഇപ്പോൾ ഫിറ്റ്നസ് പല രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു കാർഡിയോ ഡോക്ടർ പറയുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞ് 20 മിനിറ്റ് നിങ്ങൾ കാർഡിയോ ചെയ്യണം, നടക്കെങ്കിലും വേണം. ഡോക്ടർ ഉദ്ദേശിക്കുന്ന 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ മലയാളികൾ അത് 20 മിനിറ്റ് ആയിട്ട് ഷോർട്ടാക്കുക. മതി. ഡോക്ടർ പറഞ്ഞത് 20 മിനിറ്റ്. അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് മുട്ടുകാല് വേദന വരും, നടുവേദന വരും, പല പ്രശ്നങ്ങളും, മസിൽ ലോസ് വരും. അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു നമ്മളൊരു ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി കൂടണം, ജോയിൻസ് സ്ട്രെങ്ത് വേണം, മസിൽ സ്ട്രെങ്ത് വേണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ചെയ്യണം. അതുപോലെ തന്നെ എൻഡോക്രൈനോളജി ഡോക്ടർ പറയാണ്, അദ്ദേഹമാണ് നമ്മുടെ ഹോർമോൺസിൻ്റെയും ഇതിൻ്റെയൊക്കെ ഷുഗറിൻ്റെയൊക്കെ ഇത് ചെയ്യുന്നത്. ആ ഡോക്ടേഴ്സ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഡയറ്റ് പിടിക്കണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം, ഇൻസുലിൻ സ്പൈക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. ഓക്കെ, അങ്ങനത്തെ പല രീതിയിലും ഇങ്ങനെ സംസാരങ്ങളുണ്ട്. ഈ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഗോൾ എന്താണോ, ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഒരു ദിവസം ഡോക്ടർമാർ പറഞ്ഞോട്ട് 20 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കണം. അതുപോലെ തന്നെ 45 മിനിറ്റെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക മൊത്തമായിട്ട്. അതിനോടൊപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങും മൊബിലിറ്റി ട്രെയിനിങ്ങും ചെയ്യണം. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടേക്കും ചെയ്യണം. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ. അതിൽ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ വളരെ കുറച്ച് സമയത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാളെ പിടിച്ചിട്ട് നമുക്ക് ഒരുപാട് സമയത്ത് എക്സസൈസ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗിനർ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ മൊബിലിറ്റി ട്രെയിനിങ്ങും ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെ ഇതാക്കും. എന്തോരം റേഞ്ച്
മോഷൻ പോകും, ഏത് രീതിയിൽ പോയിട്ട് ഇദ്ദേഹത്തിന് പരിക്കുകൾ പറ്റാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് മാത്രമേ ബോഡിയുടെ മൂവ്മെൻറ്റ്സും മസിലിൻ്റെ സ്ട്രെങ്ത്തും നോക്കിയിട്ട് മാത്രമേ നമ്മൾ വർക്കൗട്ട് ചാർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷമേ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ്ങിലേക്ക് നമ്മൾ അത് ചെറിയ ജസ്റ്റ് ഇപ്പോൾ പണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരുന്ന രൂപേഷ് പീതാംബരൻ എന്ന് പറഞ്ഞു, മെക്സിക്കൻ അപാര, അതൊക്കെ ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ നല്ലൊരു ഇതാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ വെയിറ്റ് ലോക്ക് ചെയ്യുന്ന ലോക്ക് എടുത്ത് കൊടുത്തിട്ടാണ് ചെസ്റ്റിൻ്റെ ഫ്ലൈസ് ചെയ്യിപ്പിച്ചത്. കാരണം വെച്ചാൽ 1 കിലോ പോലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം, അത്രയും പോലെ എക്സസൈസ് ചെയ്തിട്ടില്ല. ആ സമയത്ത് നമുക്ക് ടോവിനോ ബായിനെ ചെയ്യിപ്പിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ 10 കിലോ ആണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. കാരണം മസിൽ സ്ട്രെങ്ത് ഉണ്ട്, നേരത്തെ തൊട്ട് ചെറുപ്പം തൊട്ട് എക്സസൈസ് ആണ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് വാച്ച് ചെയ്യുമ്പോൾ കാര്യം ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയാനുള്ള സ്ട്രെങ്ത്, പിന്നെ അതുപോലെ നമ്മൾ മൊബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് എന്ത് പറ്റും. ഒറ്റ കാര്യമുള്ളൂ, മസിൽ ഷിവർ ചെയ്യുന്നുണ്ടോ, ആ വെയിറ്റ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാമാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ വലിയ ഇതാണെന്നും പറയണമെന്നില്ല. നമുക്ക് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ഷിവർ ചെയ്യുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊക്കാൻ പറ്റുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, അതെനിക്ക് പൊക്കാൻ പറ്റാത്തത്. പക്ഷേ ചെറിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്കത് പ്രോഗ്രസീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. ആ പ്രോഗ്രസീവായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളനുസരിച്ച് ആ മസിൽസിന് കൊടുക്കുന്ന സ്ട്രെയിനനുസരിച്ച് നമ്മൾ പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തേ പറ്റും. പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ശരിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഒരു 45 മിനിറ്റെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഫിറ്റ്നസിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിച്ചാൽ വിൽ ഗെറ്റ് ആൻ ആൻസർ. ഓക്കെ, ഞാൻ 24 മണിക്കൂറിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള എക്സ്ക്യൂസാണ് സമയം കിട്ടുന്നില്ല. എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ കാര്യം, ഇൻക്ലൂഡിങ് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സമയം കിട്ടുന്നില്ല. ഇതിനെന്താ ചെയ്യാൻ പറ്റുക? സമയം കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം, അല്ലേ? സമയം കണ്ടെത്തുന്നില്ല. സമയം കണ്ടെത്താൻ പറ്റും. ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ദിനചര്യകൾ കറക്റ്റാക്കുക, എത്ര ടൈമിൽ ഉറങ്ങും. പ്രകൃതിക്കൊരു നിയമമുണ്ട്, കണ്ടിട്ടില്ലേ? ഇലകൾ വാടുന്നു, പക്ഷികൾ ചിലക്കിനെ നിർത്തുന്നു, ഇങ്ങനത്തെ ഒരു നിയമങ്ങളുണ്ട്. പക്ഷെ നമ്മൾ 11 മണിക്ക് 10 മണിക്ക് ശേഷമാണ് അടുത്തത് എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ച് ആലോചിക്കണം. പിന്നെ 12 മണിക്കൊക്കെ നേരത്തേക്ക് നമുക്ക് റോഡിൽ ഇതേപോലെ ആളുകളെ കാണാൻ പറ്റുമല്ലായിരുന്നു. ഇല്ല, സമൂഹം മാറി, പാറ്റേൺ മാറി, ജോലിയുടെ സാധ്യതകൾ മാറി. പക്ഷേ 11 മണിക്ക് മേലെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് കിടക്കാൻ ശ്രമിക്കുന്നത്. അതും ഈ മന്തി പോലത്തെ പല പല ഭക്ഷണങ്ങളും അൽഫാം പോലത്തെ ഭക്ഷണങ്ങളും ദഹിക്കേണ്ടത്. ഇത് നമ്മളെ നേരെ കൊണ്ട് റെസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫാറ്റാക്കി കളയും, നമ്മളുടെ എനർജി ലോസ് ചെയ്യും, നമ്മുടെ മെറ്റാബോളിസം ഡൗൺ ആക്കി കളയും. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 10 മണിക്കെങ്കിലും കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തവരാണ്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് കയറുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 10 മണിക്ക് മുമ്പ് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഏറ്റവും ഇത് 11 മണി, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ജിമ്മിക്കട തലകുത്തി മറിഞ്ഞാൽ പോലും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. അത്യാവശ്യം 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് എഴുന്നേക്കും. 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ജിമ്മിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മസിൽസും അതേപോലെ അയാൾ ആരോഗ്യവാനായിരിക്കൊണ്ടിരിക്കും. അതുപോലെ 8 മണിക്കൂർ ഉറക്കം നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പറ്റില്ല, നമ്മുടെ എല്ലാ ജോലിയുടെ തിരക്കുകളും ഫാമിലി ലൈഫും ഇതൊക്കെ കൊണ്ട് പറ്റില്ല. പക്ഷെ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക, അത് നിർബന്ധമാണ്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ഇങ്ങനെ നമ്മളൊരു 10 മണിക്ക് കിടന്ന് അല്ലെങ്കിൽ 11 മണിക്ക് കിടന്നിട്ട് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഒരു ഫിറ്റ്നസ് സമയം കണ്ടെത്താൻ പറ്റും. അത് ഏറ്റവും പ്രശ്നം വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു ദിവസത്തിൽ ഇനി ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം പിടിക്കും ആൾക്കാർ. മനസ്സിലായോ? ഇന്ന് 24 മണിക്കൂർ കൊണ്ട് ഞാൻ രാവിലെ പോയില്ലെങ്കിൽ എനിക്ക് വൈകിട്ടായാലും എക്സസൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് വല്ല പരിപാടി വരുമ്പോൾ പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്യുന്ന പരിപാടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും റെക്കമെൻഡ്. വിജിതരുടെ അടുത്താണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, രാവിലെ തന്നെ പോവാ. എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്, പല പല പ്രോഗ്രാം കയറി വരും, പെട്ടെന്നൊരു കോൾ വന്നാലും മതി, നമ്മുടെ അന്നത്തെ ഇത് പോയി. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കുള്ളൂ, ഭയങ്കര എനർജറ്റിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഹൈ ലെവൽ പ്രോട്ടീൻ, അത്യാവശ്യം ഒരു 30 ഗ്രാം പ്രോട്ടീൻ ഇട്ട് കൊടുത്തുള്ള ഭക്ഷണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിക്കോളൂ, നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിക്കോളൂ, നമ്മുടെ മെറ്റാബോളിസം നന്നായിക്കോളൂ, നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേണിങ് നന്നായിരിക്കും. അങ്ങനെ ഭയങ്കര ഗുണങ്ങളുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നാളത്തെ സമയം ഞാൻ വൈകിട്ടാണ് കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ ചെയ്തിട്ട്
കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിന് കട്ട് ചെയ്ത് കളയും. ഇതാണ് ഒരു മിക്കവർക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൽ പറയുന്നത് ഞാനിപ്പോൾ സെലിബ്രിറ്റി രീതിയിലാണെങ്കിലും ട്രെയിൻ ചെയ്യുമ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കിടത്തി ഉറക്കിയതിന് ശേഷം വെളുപ്പിന് പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവർക്കുള്ള പ്രോട്ടീനായിട്ടുള്ള ചെറിയൊരു കാർബോഹൈഡ്രേറ്റുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് ലൊക്കേഷൻ കൊണ്ടുപോയിട്ട് അതിനനുസരിച്ച് ലൊക്കേഷനിൽ സമയം വാങ്ങിക്കുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, അടുത്ത പ്രോജക്റ്റിന് അവർക്കത് ആവശ്യമാണെന്നുള്ളത് ട്രെയിനറായി എനിക്ക് നല്ല ബോധ്യമാണ്. കാരണം ഭയങ്കര ക്ഷീണമായിരിക്കും, ചിലപ്പോൾ ഫൈറ്റിൻ്റെ സീനിലൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മൾ കമ്പൽ ചെയ്ത് കൊണ്ടുപോകും. വേറെ കൊണ്ടല്ല, ആരോഗ്യമാണ് സമ്പത്ത്, അതാണ് സാലറി. ഭാവിയിൽ വരാനിരിക്കുന്ന ഹോസ്പിറ്റൽ വിസിറ്റുകളെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സമയം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റി ജിം ട്രെയിനറാണ്, മാത്രമല്ല 2 സ്ഥാപനങ്ങൾ, കാറ്റമൗണ്ടിന് പറവൂരും ഉണ്ട്, നമ്മുടെ ചേരനല്ലൂരും സ്ഥാപനമുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റീസിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആർക്ക് വർക്കൗട്ട് കൊടുക്കുകയാണെങ്കിലും പ്രീ വർക്കൗട്ട് മീലിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ പലർക്കും ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ ചുമ്മാ രാവിലെ എണീറ്റ് ഉടനെ നേരെ തന്നെ പോയി വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വന്നിട്ട് കഴിക്കാം, ഇങ്ങനെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ പ്രീ വർക്കൗട്ട് മീലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ കഴിക്കാം, നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ കഴിക്കാം? പ്രീ വർക്കൗട്ട് മീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിജിത് എന്ന് ആലോചിക്കുക, വിജിത് ഡയറ്റാണ്. അപ്പോൾ ഒരു ഡയറ്റിൽ നമ്മൾ പറയും 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം നല്ലതാണ് നിർത്തുന്നത്. അപ്പോൾ ശരി, ഇന്ന് ഞാൻ 7 മണിക്ക് ഭക്ഷണം കഴിച്ച് നിർത്തി. പിറ്റേ ദിവസം നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ 7 മണിക്കാണ് വർക്കൗട്ട് അല്ലെങ്കിൽ 9 മണിക്കാണ് വർക്കൗട്ട് എന്ന് വെച്ചാൽ വിജിതന് 9:30 ഓക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 മണി തൊട്ട് 7 മണി വരെ 12 മണിക്കൂർ ഗ്യാപ്പായി. അതിനുശേഷം നമുക്ക് വരുന്നത് പിന്നെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, കാർഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന സംബന്ധം വെച്ചാൽ നമുക്ക് മസിൽ ലോസ് വരും. പ്രീ വർക്കൗട്ട് ഇല്ലെങ്കിൽ മസിൽ ലോസ്. പിന്നെ രണ്ടാമത് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തലടിച്ച് വീഴും, പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കുറേ ഫാക്ടറുകൾ ഇതിലുണ്ട്. പക്ഷേ എല്ലാവരും ഒറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് വണ്ണം കുറയണം, എൻ്റെ വണ്ണം കുറഞ്ഞാൽ മതി. ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ സത്യസന്ധമായിട്ട് പറയണേ, ജിമ്മിന് ഞാനിപ്പോൾ ഏകദേശം ഒരു കാറ്റാമണ്ട് തുടങ്ങിയിട്ട് 14 വർഷമായി. ഒരു 27 വർഷത്തോളം ഞാൻ എൻ്റെ ട്രെയിനിങ് ഇതൊക്കെ ആയിട്ട് കുറേ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ അടുത്ത് വളരെ ചുരുക്കം പേര് മാത്രം വന്നിട്ട് പറയുള്ളൂ എനിക്ക് ആരോഗ്യം വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 99.9% എനിക്ക് വണ്ണം കുറയണം എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് ഞാൻ എന്ത് ഭക്ഷണം കട്ട് ചെയ്യാനെന്ന് ചെയ്യണം. പക്ഷേ എത്ര ദിവസം എന്നറിയോ? 3-4 ദിവസം. 5-ാമത്തെ ദിവസം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കണ്ട് ക്രേവിങ് ആവും, എടുത്ത് കഴിക്കും. അപ്പോൾ നമുക്ക് ഇമോഷണൽ പോയി ഡയറ്റ് പോയി. അപ്പോൾ അതൊരു വെള്ളിയാഴ്ച ആയിരിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞാൽ ശനി ഞായർ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ പോയി പിന്നെ അത് പിടിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഒരു 40 ദിവസമെങ്കിലും നല്ല രീതിയിൽ ഡയറ്റ് പിടിച്ചാലേ നമുക്കതിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ഒരു 40 ദിവസത്തെക്കുറിച്ച് പറഞ്ഞു. 40 ദിവസം ഡയറ്റ് പിടിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ച് ഭയങ്കര വലുതായിക്കോളും. നമുക്ക് മെറ്റാബോളിസം നന്നാവും, നമ്മുടെ മസിൽ സ്ട്രെങ്ത് ചെയ്യും, അത് ജോയിൻറ്റ്സ് ഇമ്പ്രൂവ്മെൻ്റ് ആവും, ജോയിൻസിന് സ്ട്രെങ്ത് കൂടും, സ്കിൻ നന്നാവും, ഹെയർ ലോസ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ ഫങ്ഷൻസ് ബെറ്റർ ആവും. ബ്രീത്തിങ്, ഒരുപാട് പേരെ കൂർക്കമ്പല്ലി മാറിപ്പോയതായിട്ടിട്ട് ഞാൻ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല ഗുണങ്ങളുണ്ട്. പക്ഷേ ഒറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാവരും വെക്കണം, വെയിറ്റ് കുറക്കുക. രാവിലെ എഴുന്നേറ്റ് ജിമ്മിലൊക്കെ ഒന്ന് വെയിറ്റ് മെഷീൻ കയറും, തിരിച്ചു പോയി ഇറങ്ങി വരുമ്പോഴും ആ വെയിറ്റ് മെഷീൻ കയറിയിട്ട് എത്ര കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കും. ഫാറ്റ് ലോസ്, ഞാൻ പറയുന്നൊരു സംഭവം ഫാറ്റ് ലോസ് ആണ് ബോഡിയിൽ വേണ്ടത്, മസിൽ ലോസ് അല്ല. മറ്റേത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീ വർക്കൗട്ട് ഒന്നും എടുക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ഭയങ്കരമായിട്ട് ഹ്യൂജ് ആയിട്ട് ലോസ് ആവും. പിന്നെ പെർഫോം ചെയ്യാൻ പറ്റില്ല, എനർജി ഉണ്ടാവില്ല, കാരണം ഗ്ലൂക്കോസ് വേണം നമുക്ക്. അപ്പോൾ നമ്മളൊരു 10 കിലോ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് 5 കിലോ ഒക്കെ നമ്മൾ കോട്ടുവായിടും. അങ്ങനെ ഇന്ന് രാവിലെയോട് ഞാനൊരു ക്ലയൻറ്റിനോട് സംസാരിച്ച വിഷയമാണ്. കാരണം അദ്ദേഹം 5 മണിക്ക് ഭക്ഷണം കഴിച്ച് നിർത്തിയിട്ട് ഇന്ന് ഞങ്ങൾ 8:30 വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എപ്പോഴും കോട്ടുവായിട്ടുണ്ടിരിക്കണം. കൂട്ടായിട്ട് ഓക്സിജൻ ലെവൽ എത്തുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് എനർജി ഇല്ല. അപ്പോൾ അത് നമ്മൾ ശരീരത്തെ എത്രയോ ബാധിക്കും. പിന്നെ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇവർ എന്ന് വർക്കൗട്ട് നിർത്തുന്നു പെട്ടെന്ന് 4 മടങ്ങ് വെയിറ്റ് ഇൻക്രീസ് ആവും. അതിൻ്റെ പേരിൽ എപ്പോഴും
കാർഡിയോ മാത്രമല്ല സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്തിട്ട് അതും പ്രോഗ്രസീവായിട്ടുള്ള വർക്കൗട്ട് ചെയ്തിട്ട് ഓവർലോഡ് എന്നല്ല പറയാം, പ്രോഗ്രസീവായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതനുസരിച്ച് പ്രോഗ്രസീവ് വർക്കൗട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിനനുസരിച്ച് 1.6 ഗ്രാം എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ ശരീരത്തിൽ കൊടുക്കണം. മനസ്സിലായോ? 1 കിലോ ഉള്ള ഒരാൾക്ക് 1 ഗ്രാം 1.6 ഗ്രാം പ്രോട്ടീൻ കൊടുക്കണം. അതുപോലെ തന്നെ 1 കിലോ ഒരു ബോഡി വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 0.8 ഗ്രാം ഫാറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 2.8 തൊട്ട് 4 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് നാളെ എനർജറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നാളെയും വർക്കൗട്ട് ചെയ്യാൻ എനർജറ്റിക് ആയിക്കോളൂ, മടി ഉണ്ടാവില്ല. നാളെ നമുക്ക് എന്തെങ്കിലും പുഷ് ചെയ്യുന്ന ഭയങ്കര ഫ്രഷ് ആയിട്ട് രാവിലെ എഴുന്നേക്കും. പിന്നെ ഒരു അത്യാവശ്യം ഒരു 6 മാസമെങ്കിലും വേണം ജിമ്മിലൊന്ന് പിടിച്ചിട്ടാൻ. ഒരു മാറ്റമൊക്കെ നോർമലായിട്ട് ശരിയായ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ കാണണമെന്നല്ല, വെയിറ്റ് ലോസ് ചെയ്യൽ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കല്യാണം വന്ന് ഒരു റിലേറ്റീവിൻ്റെ കല്യാണം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നിട്ട് എനിക്ക് വയറ് ഉറക്കണം, മറ്റേ സാരി കൊടുക്കണം, മറ്റേ ഇത് ഷർട്ട് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. പക്ഷേ ഞാൻ ആരും കളിയാക്കുന്നില്ല കേട്ടോ, ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ ലക്ഷ്യം അത് മാത്രമാണ്, ആരോഗ്യമല്ല. എനിക്ക് ആ പരിപാടിക്ക് പോകണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഡ്രസ്സ് കയറണം, ഇപ്പോഴുള്ള സൈസിൽ നിന്ന് ഒരു സൈസ് താഴത്തേക്ക് വരണം, ഇതാണ്. അപ്പം എന്ന് വെച്ചിട്ട് ക്രാഷ് ആയിട്ടുള്ള ഡയറ്റ് പഠിക്കും. അവിടെയാണ് നമുക്ക് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലത്തെ ഇതും അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് അങ്ങനത്തെ പല പല ഡയറ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇപ്പോൾ വിജിയുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊളസ്ട്രോൾ കൂടുതലാണോ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചേ പറ്റൂ. നമ്മൾ മലയാളികളാണ്, നമ്മൾ ചെറുപ്പത്തിലെ പൂർവികരൊക്കെ കപ്പയും ചേമ്പും ചേനയും ചോറൊക്കെ തിന്ന് ശീലിച്ചാണ്. നമ്മൾ ജനറ്റിക്കൽ അങ്ങനെ ഒരു സാധനമുണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക് കുറച്ച് സാധനങ്ങൾ നമുക്ക് അങ്ങനെ കൈ പോകും, അറിയാതെ പോകും. പക്ഷെ അത് പിറ്റേ ദിവസം തന്നെ ഞാൻ വിജിതൊക്കെ ഡയറ്റ് ചെയ്ത ബ്രൊക്കോളി, ലെറ്റ്യൂസ്, ചിക്കൻ ബ്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നേ വരെ കഴിക്കാത്ത സാധനം പെട്ടെന്ന് ഇങ്ങനെയൊന്നും എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടെന്ന് 3-4 ദിവസം പിന്നെ മറ്റേ പശു പുല്ലിനോട്ടാണ് ചവച്ചിട്ടുള്ളത്. ഒരിതില്ലാതെ തിന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ എന്തെങ്കിലും അതിനോടൊപ്പം ഇത് തിന്നതിന് ശേഷം ഇത്തിരി ചോറ് തിന്നും. ഇവിടേക്കാണ് ഡയറ്റ് നഷ്ടപ്പെടണം. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും 3 മാസം നിങ്ങൾ ജിമ്മിലൊന്ന് ട്രൈ ചെയ്യുക. അതിൽ നിങ്ങളുടെ പെർഫോമൻസും മൊബിലിറ്റിയും സ്ട്രെങ്ത്തും ഇതെല്ലാം കാർഡിയോവാസ്കുലർ കപ്പാസിറ്റി ഇതെല്ലാം ഉയർത്തിയിട്ട് ആരോഗ്യവാനാവുക. 3 to 6 മാസം നിങ്ങൾ പ്രോഗ്രസീവ് വർക്കൗട്ട് ചെയ്തിട്ട് ലോഡ് കൂട്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്തിട്ട് 6 മാസം 6 to 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ ടൈപ്പ് ഓഫ് വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് അതിൽ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും ആഡ് ചെയ്തിട്ട് അങ്ങനെ പോകും. 1 വർഷം നിങ്ങൾ ജിമ്മിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എവിടെ പോയാലും 45 മിനിറ്റ് നിങ്ങൾ ജിമ്മിൽ സമയം കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, പുള്ളി നല്ല ബിസിനസ്മാനാണ്. അദ്ദേഹം ജിമ്മിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം ജിമ്മിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് എത്ര ദിവസം വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു 6 ദിവസം വരണം. 6 ദിവസം വന്നോ? 3 ദിവസം വന്നാൽ പോരെ? അപ്പോൾ ഇദ്ദേഹം ഇന്നേ വരെ 3 ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞേ 6 ദിവസം വന്നാൽ രാവിലെയും വൈകിട്ടും വന്നോന്ന് പറഞ്ഞു ഒരിക്കലും നടക്കില്ല. ഞാൻ പറഞ്ഞു സാർ അതിന് മുമ്പ് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ പതിയെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സ്ട്രെങ്ത്ത് രാവിലെ വൈകിട്ട് കാർഡിയോ മൊബിലിറ്റി അങ്ങനെയൊക്കെ പതിയെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സാറൊന്ന് ഒരു 6 ആഴ്ച ഒന്ന് വരാൻ പറഞ്ഞു. ഈ 6 ആഴ്ച വന്ന ആൾ ഈ മൊബിലിറ്റി ഇതെല്ലാം പുള്ളിക്ക് തന്നെ പുള്ളിയുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലായി. ഷുഗർ ബാലൻസ് ആയി, അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ മാറി. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കൊള്ളാം എന്ന് പുള്ളിക്ക് തോന്നി. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ അത് 2 ടൈം വേറൊരു പരിപാടി പിടിക്കാതെ ഇനി ഒരു 6 മാസം ഞാൻ ഇതിനുവേണ്ടി മാറ്റി വെക്കുന്നത് രാവിലെ വൈകിട്ടും വരും വർക്കൗട്ട് ചെയ്ത്. വിജിത് കണ്ടിട്ടുണ്ടാകും, അദ്ദേഹമാണ് ഉമേഷ് എന്ന് പറഞ്ഞൊരു ക്ലയൻറ്റ്, എൻ്റെ അവിടെ ഉണ്ടായിരുന്നൊരു ക്ലയൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ പുള്ളി വിദേശ രാജ്യങ്ങളിൽ ജപ്പാനിലോ ഇപ്പോൾ സിംഗപ്പൂർ പോയേക്കാണ്. അദ്ദേഹം ഷൂ എടുത്തിട്ടാണ് പോയേക്കണത്. എവിടെ പോയാലും എന്നിട്ട് പിക്കിടും. ഇത്ര കലോറി ബേൺ ചെയ്ത്, ഇത്ര മിനിറ്റ് കാർഡിയോ ഉപയോഗിച്ച്, ഇത്ര സ്ട്രെങ്തൻ ചെയ്തെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് മൊബിലിറ്റി ട്രെയിനിങ് ആണെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു ഇത്. കാരണം അദ്ദേഹം നേരത്തെ ഒന്നും ചെയ്യില്ലായിരുന്നു, 2 കാഫ് മസിൽസും പൊട്ടിപ്പോയ ആളാണ്, പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതാണ്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഷാർപ്പ് സമയത്ത് 9 മണിക്ക് ജോലിക്ക് കയറുന്നു, 5 മണിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങുന്നു.
ജിമ്മിൽ സമയം കണ്ടെത്തുന്നു. ജിമ്മിൽ സമയം കണ്ടെത്തുന്നു. സ്റ്റാഫ് കറക്റ്റായിട്ട് ഇത് അതല്ല, സ്റ്റാഫുകളെ എല്ലാവരും നിർബന്ധമായിട്ട് ജിമ്മ് ചെയ്യണമെന്നുള്ളത് പൈസയും കൊടുക്കുന്നുള്ളൂ. ജിമ്മ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്റ്റാഫിനും നിർബന്ധമാക്കി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ കുറെ പേരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഈ പ്രത്യേക ഒരു പേരെടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ പ്രീ വർക്കൗട്ട് മീലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്തൊക്കെയാ? ജിമ്മിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്താ കഴിക്കണ്ടേ? നമുക്ക് ഒരു ആപ്പിൾ കഴിക്കാം, ഗ്രീൻ ആപ്പിളോ അല്ലെങ്കിൽ റെഡ് ആപ്പിളോ തുടങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ഒരു റോബസ്റ്റ പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം. അങ്ങനെ ലഘു ഭക്ഷണങ്ങൾ ഓവറായിട്ട്, പിന്നെ ഭയങ്കരമായിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് കഴിയും. പിന്നെ നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചോ സോക്ക് ചെയ്ത് വെച്ചോ മറ്റേ ആൽമണ്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി കഴിക്കാം. ഇതായിട്ട് ഹെവി മീലിട്ട് പോകരുത്, ചെറിയൊരു ലഘു ഭക്ഷണത്തിനാണ്. ആഫ്റ്റർ വർക്കൗട്ട് എത്ര നേരം കൊണ്ട് നമ്മൾ അടുത്ത മെയിൻ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ എന്താ കഴിക്കേണ്ടത്? അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം മസിൽസ് ടയേർഡ് ആയിക്കുമ്പോൾ പെട്ടെന്ന് റിക്കവറി നടക്കും ഏറ്റവും ആദ്യം. അതിന് മുമ്പ് ചെറിയൊരു കാർബ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എനർജി ലോസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ രീതിയിലൊരു കാർബ്, ചെറിയൊരു കുറച്ച് മുന്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഫ്രൂട്ട് ഐറ്റംസ്, ഒരു പഴമോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ എനർജി റീപ്ലേസ് ചെയ്തതിന് ശേഷം പ്രോട്ടീൻ കൊടുക്കുമ്പോൾ ആ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ചെല്ലും. അല്ലെങ്കിൽ നമുക്കിതൊരു എനർജി ആയിട്ട് പ്രോട്ടീൻ പോകും. അത്രേ. അതുപോലെ ഞാനിങ്ങനെ വായിച്ചു വരെടുത്ത്, അതായത് നമ്മളിപ്പോൾ ഒരേ വർക്കൗട്ട് എന്നെ കുറേ കാലം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. അതിൽ അതായത് വർക്കൗട്ടിൽ കുറച്ചൊരു മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്താലാണ് ശരിക്കും റിസൾട്ട് കിട്ടുക. അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഞാൻ ഡെയിലി 45 മിനിറ്റ് നടക്കുന്ന ഒരാളാണ്, പക്ഷേ വലിയ മാറ്റങ്ങളൊന്നുമില്ല, നടക്കും. ഓക്കെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? നമ്മളിപ്പോൾ 45 മിനിറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടറിൻ്റെ ഇത് പറഞ്ഞോട്ട് 20 മിനിറ്റെങ്കിലും നടക്കണം. അപ്പോൾ ചിലവരത് നടന്നു വരുമ്പോൾ ഇൻട്രസ്റ്റഡ് ആവും. മനസ്സിലായോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന രണ്ട് പ്രവൃത്തികളാണ്. ഒന്ന് നടക്കുക, ഒന്ന് ഷട്ടിൽ കളിക്കുക. ഇതിന് രണ്ടിൻ്റെ ഡേഞ്ചറസ് എന്താണ്? നിങ്ങൾ നടക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയോ, അവർ വയറ് കുറഞ്ഞിട്ടുണ്ടല്ലോ, കഴുത്തിൻ്റെ ഭാഗത്തും അപ്പർ ചെസ്റ്റിൻ്റെ ഭാഗത്തും കൈയും കാലൊക്കെ ശോഷിച്ചിട്ടുണ്ടാവും. ഓരോ പർട്ടിക്കുലർ മസിൽസിനും ഓവർ സ്ട്രെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് എടുത്ത് നോക്കിയോ, ഷട്ടിൽ കളിക്കുന്നവർക്ക് ഇത് ഷോൾഡർ ഇഞ്ചുറി ഉണ്ടാവും, ലിഗമെൻറ്റ് പോയിട്ടുണ്ടാവും, ടെന്നീസ് എൽബോ ഉണ്ടാവും, നീ പെയിൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി? നമ്മൾ ചലിപ്പിക്കാൻ വേണ്ടി മസിൽസ് വേണം. അതിന് സ്ട്രെങ്ത് ഇല്ലാതെ നമ്മൾ എന്ത് ചലിച്ചിട്ടും കാര്യമില്ല, മസിൽ പോയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ 45 മിനിറ്റ് നടക്കുന്ന ഒരാൾക്ക് അയാളുടെ കുറച്ച് ഫിറ്റ്നസ് എൻഡ്യൂറൻസ് ഒക്കെ ഇത്തിരി ബെറ്റർ ആവും, പക്ഷേ മസിൽസ് ഇൻക്രീസ് ആവില്ല, പ്രോഗ്രസ് ആവില്ല. അതെ. പക്ഷെ പല ഇതുണ്ട്, ബ്ലഡ് സർക്കുലേഷനും അങ്ങനെ ബ്രീത്തിങ് ഒക്കെ നല്ല പക്കയായിരിക്കുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നടന്നു, അതിനോടൊപ്പം തന്നെ സ്ട്രെങ്ത്തും ചെയ്യണം, മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ടൈപ്പ് തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. വർക്കൗട്ട് ചീറ്റ് ചെയ്തിട്ട് ഉണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് പ്രോഗ്രസീവ് വർക്കൗട്ട് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രോഗ്രസ് ചെയ്തിട്ട് വരണം. എൻ്റെ 5 കിലോ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആള് പിന്നെ ചെയ്യുമ്പോൾ അത് 7 ആക്ക് അങ്ങനെ ഒരുപാട് പെട്ടെന്ന് കേട്ടെന്നല്ല പറഞ്ഞത്. 5 കിലോ ചെയ്യുന്ന ഒരാൾ പതിയെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 കിലോ വെച്ച് എനിക്കൊരു 12 റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത്, അതാ 15-ലേക്കാക്കുക. അതാണ് പ്രോഗ്രസീവ്. മനസ്സിലായി? 15 ചെയ്തിട്ട് എനിക്കത് സിമ്പിളായിട്ട് മാറി. അപ്പോൾ ഞാൻ നോക്കുന്നത് എനിക്ക് 7.5 എടുക്കാൻ പറ്റും, എത്ര പോകും. അപ്പോൾ 8 ആണെങ്കിലും ഓക്കെയാണ്. മനസ്സിലായോ? അത് പിന്നെയും പ്രോഗ്രസീവ് ചെയ്തിട്ട് 12-ലേക്കോ 15-ലേക്കോ ഇങ്ങനെ പ്രോഗ്രസീവ്. ഇവിടെ ഉണ്ടാവുന്ന വെച്ചാൽ എൻ്റെ മസിൽ സ്ട്രെങ്ത് ആയിട്ടാണ് എനിക്കിത് പൊക്കാൻ പറ്റുന്നത്. മനസ്സിലായി? അല്ലാതെ എനിക്കിത് പൊക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ജോയിന്റ് പെയിൻ വരും, ഷിവറും ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കിയത്, അതിനോടൊപ്പം തന്നെ കാർഡിയോ വാസ്കുലർ കപ്പാസിറ്റി, എൻഡ്യൂറൻസ് ഒക്കെ ഉണ്ട്. നമ്മളവിടെ ചെയ്തിട്ട് ഹിറ്റ് വർക്ക് ഔട്ടുകളുണ്ടല്ലോ, ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോകൾ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ ലെവൽ കൂടാൻ, ഹാർട്ട് ഫങ്ഷൻസും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ എല്ലാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലവർ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രം മതി, പക്ഷേ അതങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ എങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിച്ചു, അതിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായി? ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ഇപ്പോൾ പല ജിമ്മുകളിലും ഇതുണ്ട്. ഒരു ജിമ്മ് തുടങ്ങി അയാളുടെ പാഷനാണത്. അപ്പോൾ അയാൾ അതിലൊരു ഡിസൈൻ ചെയ്യും, അയാളുടെ വർക്കൗട്ട് ചാർട്ട് ഇങ്ങനെയാണ്, അത് അയാളുടെ മാത്രമാണ്. മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കണമെന്ന് പറയരുത് ഒരിക്കലും. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് സ്പോർട്സിലുണ്ടായതിൻ്റെ പേരിൽ ഞാൻ കുറേ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വർക്കൗട്ടിൽ കുറേ സ്പോർട്സ് ടൈപ്പും മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൊടുക്കും, സ്ട്രെങ്ത്തും കൊടുക്കും. കാരണം ഓവറോൾ ആരോഗ്യവാനായിട്ടിരിക്കും. അല്ലാതെ മസിൽ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും സിനിമയുടെ ഇതൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ മസിൽ മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ, അല്ലാതെ വേറെ ഒന്നും. എപ്പോഴും മനസ്സിലായി,
നോർമൽ ഒരു മനുഷ്യന് ഒരു പട്ടി ഓടിച്ചിട്ടുള്ള ഓടാൻ പറ്റണം, ഒരു പശു കുത്താൻ വന്നിട്ടുണ്ടെങ്കിലും ഓടാൻ പറ്റണം, സ്റ്റെപ്പ് കയറാൻ പറ്റണം, കിതക്കാതെ കയറാൻ പറ്റണം. മനസ്സിലായേ? ഇപ്പോൾ സ്റ്റെപ്പ് കയറണമെന്ന് പറയണം. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട്? നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് കാഫ് മസിൽസ്. സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ ഹാർട്ട് മസിൽസിന് ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട്, കാഫ് മസിൽസിന് ഒരു നമ്മൾ ബോഡി വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് സ്റ്റെപ്പ് കയറുമെന്ന് പറയണത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇത്തിരി എളുപ്പമാക്കും. അങ്ങനത്തെ കുറേ ട്രിക്കുകൾ ഇതിലുണ്ട്. നമ്മളിതൊന്നും അറിയാതെയാണ് സ്റ്റെപ്പ്. ഡോക്ടർ പറഞ്ഞാൽ ലിഫ്റ്റ് ഉപയോഗിക്കുക, സ്റ്റെപ്പ് കയറാം. പക്ഷെ സ്റ്റെപ്പ് കയറുമ്പോഴും എനിക്ക് നീ പെയിൻ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പാടില്ല. സ്റ്റെപ്പ് കയറാൻ ലിഫ്റ്റ് തന്നെ ഉപയോഗിക്കണം. അദ്ദേഹം വന്നിട്ട് ജിമ്മിൽ വന്നിട്ട് നല്ല ട്രെയിനറുടെ കീഴിൽ വന്ന് നിന്നിട്ട് അയാളുടെ എവിടെയാണ് പരിക്ക് അത് വെച്ചിട്ട് ക്വാഡ്രൈസെപ്സും ഹാംസ്ട്രിങ് ഇന്നർ തൈയും കാഫ് മസിൽസ് സ്ട്രെങ്തൈൻ ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് കയറാനും ഈ ഹൈ ഇൻറ്റൻസിറ്റിയിലേക്ക് വിടാനും പാടുള്ളൂ. ഒരിക്കലും ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. നാളെ തൊട്ട് ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യണമെന്നല്ല, ബോഡി അങ്ങനെ ആക്കിയെടുക്കണം. ഹൈ ഇൻറ്റൻസിറ്റിയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുകയാണ് എൻ്റെ ക്ലൈൻറ്റിനെ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഹൈ ഇൻറ്റൻസിറ്റി ഒക്കെ അയാൾ തകർന്ന് തരിപ്പണായി പോകും. മനസ്സിലായി. സോ നമ്മൾ അതായത് ഒരു മാസം കൊണ്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടല്ല ജിമ്മിൽ പോകേണ്ടത്. പകരം നമ്മൾ ആദ്യം സ്ട്രെങ്തൻ ചെയ്തെടുത്ത് നമ്മുടെ ബോഡി അതിനെ അലൈൻഡ് ആക്കിയിട്ട് വേണം. ടൈം എടുക്കും എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതന്നെ, സമയം വേണം നമുക്ക്. വേറെ 1-2 ദിവസത്തിൽ ഒരു പ്രോസസ്സിങ് അല്ലത്. ജീവിതാവസാനം വരെ ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, നിങ്ങൾ ബാങ്കിൽ കുറേ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതല്ല സേവിങ്. നിങ്ങൾക്ക് എത്ര ആരോഗ്യമുണ്ട് എന്ന് പറയുന്നതാണ് സേവിങ്. കാരണം നമ്മൾ കാണുന്നില്ല എത്രയോ പേർക്ക് പല പല അസുഖങ്ങൾ വരുന്നത്. എല്ലാ അസുഖങ്ങളും എങ്ങനെ വരുന്നതാണ്? ഉറങ്ങാതെയും വെള്ളം കുടിക്കാതെയും ഈ ഓവർ ഈറ്റ് ചെയ്തിട്ടാണ്, അല്ലേ? അല്ലാതെ ആർക്കും വരില്ല. പ്രമേഹം വരുന്നത് എന്താണ്? ഇങ്ങനെ തന്നെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കൾ പഠിക്ക് എന്നും പറഞ്ഞ് പ്രഷർ ചെയ്യുന്നു. ട്യൂഷൻ വിടുന്നു സ്കൂളിന്. പിന്നെ മറ്റവരുടെ കൊച്ച് പാട്ട് പാടുന്നു, ഇപ്പുറത്തെ കൊച്ച് ഡാൻസ് കളിക്കുന്നു, മറ്റോ മിമിക്രി ചെയ്യുന്നു. ഇങ്ങനെ ഇത് ഒരു കൊച്ചാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. ഈ കൊച്ചിനെയാണ് കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. കരാട്ടയ്ക്ക് പോകുന്നു. അപ്പോൾ ഓരോ ദിവസവും ഒരേ പരിപാടി. കൊച്ചിന് സമയമില്ല. ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന സ്ട്രെങ്ത് ആണ്, എൻഡ്യൂറൻസ് ആണ്. അതുപോലെ തന്നെ കരാട്ടെ നല്ലതാണ്. പക്ഷേ ആ കൊച്ചിന് ഇരുന്നിട്ട് ആ കൊച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ കൊച്ചിന് ആവശ്യമായ പ്രോട്ടീൻ കൊടുക്കുന്നുണ്ടെന്നോ ആരെങ്കിലും നോക്കാറുണ്ടോ? ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ കൊച്ചു ജനലുമ പഠിച്ചിരുന്നു. നമ്മൾ ഇറങ്ങി അല്ലെങ്കിൽ തലൂത്തി പറഞ്ഞു കഴുത്ത് പോകും. തലൂത്തി പറയുമ്പോൾ ആ കൊച്ചിൻ്റെ കഴുത്തിൻ്റെ ബലം വെക്കുന്നുണ്ടെന്നേ. മുകളിലേക്ക് വലിച്ചു കോർ സ്ട്രെങ്ത് കൊണ്ട് കൈക്ക് ബലം വെക്കുന്നുണ്ട്. ഇങ്ങനെ ബലം വെപ്പിക്കുന്ന ഇതാണ്. അവിടെയൊക്കെ നമ്മൾ ഈ കൊച്ചിനെ നോ പറഞ്ഞ് നിർത്തുകയാണ്. എന്നിട്ട് അനങ്ങാതിലെടുത്ത് ഇരിക്കുന്നു പറയുമ്പോൾ മൊബൈലും കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതിട്ട് ഈ കൊച്ച് നിങ്ങളിപ്പോൾ വേണമെങ്കിൽ നോക്കി, ഈ കൊച്ച് എങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊരു വേറൊരു കാര്യം ചിന്തിക്കാൻ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നു, പെട്ടെന്ന് കപ്പാസിറ്റിയിൽ ഉള്ളവർക്കുന്നു. അപ്പോൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ ആക്ടിവിറ്റിയിൽ ചെറുപ്പത്തിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജിമ്മുകളിൽ ഞാൻ ഇപ്പോൾ 8 വയസ്സ് തൊട്ട് പിള്ളേരൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് നല്ല പണക്കവും പണങ്ങും. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, കാരണം മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറയും ഞാൻ പണങ്ങോട്ടെ, വേറെ ഒന്നുമല്ല, വേറെ രീതിയിൽ എടുക്കരുതെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് പറയും എന്താണെന്നറിയോ? കാരണം ഇങ്ങനെ പിണങ്ങിയാൽ അവർ മനക്കെട്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പതറിപ്പോവും. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനും പറ്റും, അവർ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വളർത്താൻ പറ്റും. അവരതനുസരിച്ച് നമുക്ക് മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ ഭക്ഷണം കൊടുക്കണം എന്ന് പറയും. അങ്ങനെ കൊടുപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരെ പഠിക്കാൻ പോയിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിക്കോളും. വേണ്ട രീതിക്കുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടുമ്പോൾ കറക്റ്റ് ആയിക്കോളും. പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ പ്രോപ്പർ എന്നാലേ ഫോക്കസ് ആവുള്ളൂ പിള്ളേർ. അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കുറച്ചിട്ട് പിള്ളേർ ഉറക്കം സ്കൂളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആ കൊച്ചു കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ നല്ല രീതിയിൽ ഉന്നതിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതല്ലേ ഉന്നതമായിട്ടുള്ള ആരോഗ്യം കൂടിയും കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരു 7 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ കുട്ടികളും ജിമ്മിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാ ദിവസവും അല്ല, 1-2 ദിവസം അല്ലെങ്കിൽ അത്യാവശ്യം 3 ദിവസങ്ങൾ 3 ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യിപ്പിച്ച് ആ ഏജിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊച്ച് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിക്കോളൂ. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ അവരുടെ ലൈഫിന്റെ ഭാഗമായി മാറും ചെയ്യും. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല. അവർ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ എല്ലാ മാതാപിതാക്കളുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ ഇത് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് പറയണം, നിങ്ങൾ ടീച്ചേഴ്സ് കുട്ടികളുടെ പിണങ്ങും,
ഭയങ്കരമായിട്ട് പിണങ്ങും. പഠിക്കാത്ത പിള്ളേരെ അവൻ ശരിയാവില്ല എന്ന് പറഞ്ഞ തള്ളിവിടും. നിങ്ങൾ ചോദിക്കാറുണ്ടോ അവൻ്റെ വീട്ടിൽ എന്താണ് കഴിച്ചേക്കണേന്നുള്ളത്? നീ ഇന്ന് എന്താണ് കഴിച്ചേക്കണേന്നുള്ളത് നീ ചോദിക്കാറുണ്ടോ? പിന്നെ അവൻ എങ്ങനെ പഠിക്കാൻ പറ്റും? മനസ്സിലായി. രണ്ടാമത് മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആ കൊച്ചിനെ 10ാം ക്ലാസ്സിൽ വെച്ച് മുമ്പ് നിങ്ങൾ ആ കൊച്ചിനെ എന്തെങ്കിലും ഈ സ്പോർട്സ് പരമായിട്ടുള്ള ആക്ടിവിറ്റിയിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തുള്ള MDMA അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പിള്ളേർ പോകില്ല. ബോഡി ഒന്ന് ഷേപ്പായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മസിൽ നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ആൺപിള്ളേർ പ്രത്യേകിച്ച് മസിലൊക്കെ ഉണ്ട്. കൈ പിടിച്ച് നോക്കും, ചെസ്റ്റ് ഇങ്ങനെ തടയി നോക്കും, ഷോൾഡറൊക്കെ തടയി നോക്കും. ഇത് ഭയങ്കരമായിട്ട് സെൽഫ് മോട്ടിവേഷനാണത്. ഇവൻ എവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം ഓടിപ്പോണ ജിമ്മിലേക്ക് ആയിക്കോളും. അവൻ ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് നാൾക്ക് ശേഷം അവൻ തിരിച്ചു വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും മനസ്സിലാവും എൻ്റെ ശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ തന്നെ ഫിറ്റ്നസ് കൊടുക്കണമെന്നുള്ളത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ചെയ്യുകയും വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ എൻ്റെ ഞാനിത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഡാൻസർ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നമുക്കൊരു ഇവൻറ്റ് വരുന്നുണ്ട്, പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്ത് പ്രോഗ്രാമിൻ്റെയൊക്കെ അടുത്തെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ലിഗമെൻറ്റ് ടയറൊക്കെ ആയിട്ടൊക്കെ വരിക. ആ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡാൻസേഴ്സ് പലരും ഒപ്പം ജിം വർക്കൗട്ടുകൾ സ്ട്രെങ്തനിങ് ചെയ്യണതും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ജിമ്മിൽ വന്നിട്ടുണ്ട്. സോ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഡാൻസർ ആണെങ്കിൽ, ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, അടിപൊളി ആക്ടിവിറ്റിയാണ് ഡാൻസിങ്, അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും. എന്താണെന്നറിയോ, ഇതിൽ വിജിതനെയും എനിക്ക് പറയാൻ പറ്റും. അതുപോലെ സിത്താര മാഡം ഉണ്ടല്ലോ, നമ്മുടെ സിംഗർ സിത്താര മാഡം നേരത്തെ എൻ്റെ അടുത്താണ് വന്നിട്ടുണ്ടെന്ന് വെച്ചത്. അപ്പോൾ സിത്താര മാഡത്തിന് ലിഗമെൻറ്റിന് ചെറിയൊരു നീ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചത് ഇങ്ങനെ ഷഞ്ചേട്ടൻ എനിക്കൊരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് റിക്കവർ ചെയ്ത് എൻഡ്യൂറൻസ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഒരു പാറയുടെ മുകളിൽ കിടന്നിട്ട് തുടർച്ചയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വലിയൊരു ഡാൻസ് പ്രോഗ്രാം ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മാഡം വന്നിരുന്നത്. എൻ്റെ അടുത്ത് ചേട്ടാ കുറേ നാൾക്ക് ശേഷം ഞാനിത് ചെയ്യുന്നതാണ്, ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ഷൂട്ട് ഏകദേശം 2-3 ദിവസം ഉണ്ടായിരുന്നു. അതും പാറയുടെ മുകളിൽ കിടന്നാണ് ചാടിയത്. എന്നാൽ ആലോചിക്കണം. അതുപോലെ വിജിതയും പല പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അപ്പോൾ വിജിയുടെ അടുത്ത് ഞാൻ പറയണത് എന്ന് പറഞ്ഞാൽ നമുക്ക് നീല് സ്ട്രെങ്ത് വേണം, ആംഗിൾ സ്ട്രെങ്ത് വേണം, ഹിപ്പിൻ്റെ മൊബിലിറ്റി വേണം. മനസ്സിലായോ? നമ്മൾ ഇത്രയും ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാല് അനുവദിക്കണ്ടേ? അപ്പോൾ കാലിന് മസിൽ സ്ട്രെങ്ത് ഇല്ലാതെ എനിക്ക് മസിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ എനിക്ക് ജോയിൻസിലേക്കല്ല സ്ട്രെയിൻ വരുള്ളൂ. അതാണ് ലിഗമെന്റ് എല്ലാവരും പോകുന്നത്. ഡാൻസ് മാത്രമാണെങ്കിൽ അത് ആ സ്ട്രെങ്ത് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ഡാൻസിനോടൊപ്പം തന്നെ സ്ട്രെങ്ത് ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റൂ. ഡാൻസേഴ്സ് ആണ് നമ്മളുടെ. ഇതിനൊരു നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഈ അസറുദ്ദീൻ, ജഡേജ, റോബിൻ സിംഗ് എന്നൊക്കെ പറഞ്ഞ കളിക്കാൻ അയാൾക്ക് ഭയങ്കര ഫിറ്റാണ്. ജഡേജ ഭയങ്കര ഫിറ്റായിരുന്നു. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനത്തെ സേവക് അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ ഭയങ്കര പരിക്കുകളായിരുന്നു ഇവർക്ക്. പക്ഷേ ഇപ്പോഴത്തെ പരിക്കുകൾ കേൾക്കുന്നുണ്ടോ? വളരെ ചുരുക്കം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. വിരാട് കോഹ്ലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഏത് സ്പോർട്സിലാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് ട്രെയിനിങ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിലുള്ള ഒരാളാണ്, എനിക്കിപ്പോൾ ജിമ്മിൽ പോകണ്ട അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ആവശ്യമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം സ്ട്രെങ്തനിങ്ങിന് വേറെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി? ഇപ്പോൾ നിങ്ങളൊരു ഡാൻസർ ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ആണോ, സ്വിമ്മിങ് ചെയ്യുന്നതാണോ, എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇനി കോമ്പറ്റീഷൻ പോകുന്നതാണ്, അതിനൊക്കെ പ്രത്യേക ടൈപ്പ് ഇതുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ ഒരുപാടുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുള്ളൂ. നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത് ചിലപ്പോൾ കണ്ടിന്യൂസ് കുറേ നേരം ഉണ്ടാവും. സ്റ്റാമിന വേണ്ടേ? സ്റ്റാമിന കിതപ്പാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ കാർഡിയോ എക്സസൈസ് ചെയ്തേ പറ്റൂ, ഡാൻസ് മാത്രം പറ്റില്ല. അപ്പോൾ കാർഡിയോ ചെയ്തിട്ട് നമുക്ക് ഈ ട്രെഡ്മില്ല് പോലത്തെ സാധനങ്ങൾ അതിങ്ങനെയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ജമ്പിങ് ജാക്സ് പോലത്തെ ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടുകളും ഒപ്പം തന്നെ കോർ സ്ട്രെങ്ത് കൂടിയും കൊണ്ടുപോകണം. കാരണം നമ്മൾ കോറാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോർ സ്ട്രെങ്ത്തിനും കൂട്ടാനുള്ള പ്ലാങ്ക് വേരിയേഷൻസ് ഒക്കെ പോലത്തെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ
നമുക്ക് ഡാൻസ് കളിക്കാൻ പാടുള്ളൂ ഞാൻ പറയുള്ളൂ ഒരു 30 above. അല്ലെങ്കിൽ നമ്മൾ പരിക്ക് പറ്റി വീട്ടിലിരിക്കും, ഒരിക്കലും പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ഓക്കെ. സോ നല്ലൊരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയുള്ള എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് എടുക്കുക. നമ്മളുടെ ബോഡി എന്താണ്, നമ്മുടെ ഒരു ഫിറ്റ്നസിൻ്റെ ലെവൽ ഏതുവരെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇവരുടെ അനാലിസിസിന് ശേഷം പതുക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ നമ്മുടെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനാണ് ആക്ച്വലി ഒരു ഇതുപോലുള്ള ട്രെയിനേഴ്സിൻ്റെ ഒരു ആവശ്യം അല്ലേ. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഞാൻ വീട്ടിൽ കിടന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ട് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഈ ചാനലുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഇതുപോലെ 1/2 മണിക്കൂർ വർക്കൗട്ട് വീഡിയോ എന്തൊക്കെ കാണാറുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനത്തെ വർക്കൗട്ട് തരുന്നത് പലവരും ട്രെയിനേഴ്സ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പരിപാടികൾ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം ടാർഗറ്റ് ചെയ്യും. എൻ്റെ വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇത് ഇൻറ്റൻസിറ്റി കൂടുതലാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അങ്ങനത്തെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം അങ്ങനത്തെ വർക്കൗട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. കാരണം പറഞ്ഞാൽ പരിക്കുകൾക്ക് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നേരിട്ടൊരു ട്രെയിനർ നമ്മളെ കണ്ട് മനസ്സിലാക്കി പറഞ്ഞു തരുന്നത് വ്യത്യാസമുണ്ട്. ട്രെയിനർ മനസ്സിലാക്കണേക്കാൾ കൂടുതൽ വിജിത്ത് ഇപ്പോൾ ജിമ്മിൽ വന്നിട്ടില്ല, ബോഡിയുടെ അനാലിസിസ് നോക്കുന്നൊരു മെഷീൻ ഉണ്ട്. അതിൽ ഏകദേശം 4.5 ലക്ഷം രൂപ മേലുള്ള മെഷീനാണത്. അപ്പോൾ ആ മെഷീനിൽ കയറിയിട്ട് നമ്മുടെ സ്കെൽറ്റൽ മസിൽ മാസ് ഏതാണ്, എങ്ങനെയാണ്, നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, നമ്മൾ ഒബീസാണോ, ലെഫ്റ്റ് റൈറ്റ് ലെഗിൻ്റെ മസിൽസിൻ്റെ വോളിയം എങ്ങനെയാണ്, കൈയുടെ ഇതെങ്ങനെയാണ്, ഇതെങ്ങനെയെല്ലാം പ്രോട്ടീനിൻ്റെയൊക്കെ അതെല്ലാം മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും ഈ മസിൽസൊക്കെ വീക്കാണ്. അതിനുശേഷം നിങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റിലേക്ക് കൊണ്ടുപോകണം നമ്മൾ. അതിനായിട്ട് നിങ്ങളുടെ മൊബിലിറ്റി മറ്റുള്ള സ്ട്രെങ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇദ്ദേഹം ഇത്ര ഉള്ളു അല്ലെങ്കിൽ ഇങ്ങനെ പറ്റൂ. അതിൽ നിന്ന് പിന്നെ ട്രെയിനറുടെ ഒരു മിടുക്കാണത് കൊണ്ടുപോയിട്ട് അയാളെ നമ്മളുടെ ട്രെയിനിങ് പറ്റുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് അയാളെ നല്ലൊരു ആരോഗ്യവാനാക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഓൺലൈനിലേക്ക് കയറാതിരിക്കണം എന്നുള്ളത്. കാരണം ഞാൻ കപ്പാസിറ്റി എന്താ നേരിട്ടൊരു ട്രെയിനർ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെയിനിങ് ഇത് നോക്കാറില്ല. കാരണം വരുന്നല്ല, നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ശരിയാണ് അങ്ങനത്തെ കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയോ, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രെയിനേഴ്സ് തമ്മിൽ തല്ലുകൊടുത്തോണ്. അപ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ വിജിയുടെ അടുത്താണെങ്കിൽ പറയും, വിജിത് ഏത് ജിമ്മിലും ചെന്നോ, ആ ജിമ്മ് തുടങ്ങിയേക്കാൾ അത്യാവശ്യം നോളജ് ഉള്ള ആളുകൾ, അയാൾക്ക് കുറേ ട്രാൻസ്ഫോർമേഷൻ നടത്തിയുള്ള പരിചയവും ഉണ്ടാവും. അയാളുടെ പറയുന്ന കേട്ടാൽ നമുക്ക് അത് കുറഞ്ഞ പൈസ കൂടിയ പൈസ എന്നല്ല, ഫെസിലിറ്റിക്ക് അനുസരിച്ചാണ് ഇപ്പോൾ പൈസ വാങ്ങിക്കുന്നത്. ഇപ്പോൾ കുറഞ്ഞ പൈസ കൂടിയ പൈസ അല്ല. അപ്പോൾ അത് പറഞ്ഞ് അത് മാത്രം ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഇന്നൊരു വീഡിയോ കണ്ട് ഒരു ട്രെയിനർ ഇത് പറയും, അത് അദ്ദേഹത്തിൻ്റെ വശമായിരിക്കാം, പിന്നെ സയൻസുമായിരിക്കാം, പക്ഷേ ഇതിനെക്കുറിച്ച് പല സർട്ടിഫിക്കേഷനിലും പല സ്റ്റഡീസും ഉണ്ട് ഇതിൽ. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചേണ്ട രീതിയിലേക്കുള്ള അദ്ദേഹം നോക്കണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന കുറേയൊക്കെ എടുത്തിട്ടുണ്ടാക്കണം. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ ടോട്ടൽ ക്ലയൻറ്റ് ബേസ് പറഞ്ഞു, ഞാൻ സാധാരണക്കാരനാണ്, അതിൻ്റെ പേരിൽ പറയുന്നത്, സാധാരണക്കാരായ കേൾക്കുന്ന നിങ്ങളും ഇങ്ങനെ പോയിട്ട് ഒരു ദിവസം ഒരു വർക്കൗട്ട്, നാളെ വേറെ വർക്കൗട്ട്, അങ്ങനെ പോകാതെ ഒറ്റ രീതിയിലുള്ള രീതിയിൽ പ്രോഗ്രസീവ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പരിക്കുകൾ ഉണ്ടാവില്ല, സ്റ്റേബിളായിട്ട് പോകാൻ പറ്റും. ഒരു എക്സ്പേർട്ട് ട്രെയിനറുടെ ഗൈഡൻസിൽ പോയാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടി ഏകദേശം എങ്ങനെയൊക്കെ ഇതിനെ പറ്റിയിട്ട് വേണം എന്നുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മുടെ ജിം കാത്തമൗണ്ട് ഭംഗിയായിട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.